ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി LM കർവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. IS കർവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ആദ്യം നമുക്ക് LM കർവ് ഫ്ലാറ്റ് ആയിരിക്കുമ്പോഴുള്ള അവസ്ഥ നോക്കാം. ഈ ചിത്രത്തിൽ Y ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും X ആക്സിൽ ഇൻകവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള LM കർവ് LM0 ആണ്. അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IS കർവ് IS0 ആണ്. അത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ Y0 എന്ന ഇൻകമാണുള്ളത്. R0 ആണ് ഇനിഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് IS0ൽ നിന്ന് IS1ലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഇങ്ങനെ ഷിഫ്റ്റ് ഉണ്ടായപ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് R0ൽ നിന്ന് R1ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ഇൻകം നോക്കുക, Y0ൽ നിന്ന് Y1 ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ഇൻക്രീസ് ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് കാര്യം LM കർവ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് LM കർവ് വളരെ ഹൈലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടായാൽ തന്നെ LM, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസും മണി സപ്ലൈയും വളരെ വലിയൊരു ലിക്വിഡിറ്റി പ്രിഫറൻസും മണി സപ്ലൈ ഉണ്ട്. അതായത് ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റിൽ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ തന്നെ ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന, അതായത് മണി മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇത് നമുക്ക് ആ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത നോക്കാം. അതായത് ഫിസ്ക്കൽ പോളിസി ഈസ് മോർ എഫക്റ്റീവ് സിൻസ് ദ LM കർവ് ഈസ് ഫ്ലാറ്റർ. അതായത് ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ച ചിത്രത്തിൽ LM കർവ് വളരെ ഫ്ലാറ്റർ ആയതുകൊണ്ട് ഫിസ്ക്കൽ പോളിസി വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യതിയാനം വളരെ വലിയൊരു ഇൻകം ചേഞ്ചാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അതാണ് ഫിസ്ക്കൽ പോളിസി വളരെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഇപ്പം ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ ഈസ് മോർ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. അതായത് LM കർവ് എന്ന് വെച്ചാൽ മോർ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് ഹയർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആയതിനെക്കാട്ടിലും വലിയൊരു ഇൻകം ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരുന്നു. അടുത്ത ഗവൺമെൻറ് പോളിസീസ് ബ്രിങ് അബൌട്ട് മോർ എഫക്റ്റ് ഓൺ നാഷണൽ ഇൻകം. അതായത് ഗവൺമെൻറ് പോളിസീസ്, അതായത് നമ്മുടെ ഫിസ്ക്കൽ പോളിസി, ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി നാഷണൽ ഇൻകത്തിൽ വളരെ വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് സ്റ്റീപ്പ് LM കർവ് ആയിരിക്കുമ്പോൾ അവസ്ഥ നോക്കാം. ഇതിലും പഴയതുപോലെ തന്നെ Y ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും X ആക്സിൽ ഇൻകവുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് LM കർവ് വളരെ സ്റ്റീപ്പായിട്ട് കുത്തനെ നിൽക്കുന്നത് കാണാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻകത്തിൽ Y0 Y1 എന്നുള്ള പാർട്ട് നോക്കുക, വളരെ ചെറിയ ഒരു വേരിയേഷനാണ് ഇൻകത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0ൽ നിന്ന് R1ലേക്ക് വളരെ വലിയൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിസ്ക്കൽ പോളിസീസ് വളരെ ലെസ് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ കാണിച്ച ഡയഗ്രത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഫിസ്ക്കൽ പോളിസീസ് ലെസ് എഫക്റ്റീവ് ആണ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈസ് മോർ ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. അതായത് വളരെ വലിയൊരു ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടായാലും മണി മാർക്കറ്റിൽ ആൾക്കാർ നിക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത്, അതായത് ആ ഒരു ചേഞ്ച് LM കർവിൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദ ലാർജ് ഇൻക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ആ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വലിയ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് റെഡ്യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ഡെസ്പൈറ്റ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. എന്തുണ്ടെങ്കിലും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കി എന്നുണ്ടെങ്കിലും അവിടെ ഒരു വലിയൊരു ഇൻക്രീസ് ഇൻകത്തിൽ ഉണ്ടാകുന്നില്ല. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കണോമിയിൽ നടക്കുന്നില്ല. അടുത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസീസ് ബ്രിങ് അബൌട്ട് ലെസ് എഫക്റ്റ് ഓൺ നാഷണൽ ഇൻകം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെൻറ് പോളിസീസ് നാഷണൽ ഇൻകത്തിൽ ഒരു ലെസ് എഫക്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് ലെസർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അത് നമുക്ക് കാണാൻ കഴിയും. ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചതിനേക്കാളും കുറഞ്ഞ ഒരു ഇൻക്രിമെൻ്റാണ് ഇൻകത്തിന് ഉണ്ടായിരിക്കുന്നതെന്ന് ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തെന്ന് പറയുന്നത് വെർട്ടിക്കൽ LM കർവ് നോക്കാം. അതായത് Y ആക്സിസിന് പാരലായിട്ട് വെർട്ടിക്കലായിട്ട് LM കർവ് വരുമ്പോഴത്തേക്കുള്ള സിറ്റുവേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. LM0 നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെയും Y ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും X ആക്സിൽ ഇൻകമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കിയപ്പോഴത്തേക്ക് IS0ൽ നിന്ന് IS1ലേക്ക് ആ കർവിന് ഷിഫ്റ്റ് ഉണ്ടായി. എന്നാൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0ൽ നിന്ന് R1ലേക്ക് കൂടുക മാത്രമാണ് ചെയ്തത്. Y0 ഈസ് ഈക്വൽ ടു Y1 എന്ന് എഴുതിയൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ആദ്യത്തെ ഇൻകവും രണ്ടാമത്തെ ഇൻകവും തമ്മിൽ, അതായത് രണ്ടാമത് ഫിസ്ക്കൽ പോളിസി നടത്തിയപ്പോഴത്തേക്കുള്ള ഇൻകം തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇൻകത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക എന്ന് മാത്രമാണ് ഇവിടെ സംഗതിയാണ് ഇവിടെ നടന്നത്. അപ്പം ഈ സിറ്റുവേഷൻ, അതായത് LM കർവ് വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഫിസ്ക്കൽ പോളിസി ഇൻഎഫക്റ്റീവാണ്. യാതൊരു എഫക്റ്റും ഫിസ്ക്കൽ പോളിസി കൊണ്ട് എക്കണോമിക്ക് ഇല്ല എന്നാണ് ഈ കർവ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കാണിച്ച ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസ്ക്കൽ പോളിസീസ് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആണ്. അടുത്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ, അതായത് LM എന്ന് പറയുന്നത് ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. അതായത് LM കർവ് വെർട്ടിക്കലായിട്ട് Y ആക്സിന് പാരലായിട്ട് നിൽക്കുന്ന കാണാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അടുത്തെന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡസ് നോട്ട് അഫക്റ്റ് നാഷണൽ ഇൻകം. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും അത് നാഷണൽ ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.